അമർ ചിത്രകഥയിലൊക്കെ വായിച്ചിട്ടില്ലേ? എനിക്ക് അത് ശീലമില്ല. ഒന്നുമില്ലാത്തൊരു പെൺകുട്ടി അവളുടെ കഷ്ടപ്പാടും ഈ പറയുന്ന പോലെ എഫേർട്ടും ഒക്കെ കൊണ്ട് അവള് സ്വപ്നം കണ്ട ലൈഫ് ലീഡ് ചെയ്യുന്നത് ഗ്ലാമി ഗംഗ. ഹലോ, അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? നാളായി നമ്മളല്ലേ സത്യം എനിക്ക് ഒരു വർഷമായിട്ട് നമ്മൾ സംസാരിച്ചു. വർഷങ്ങളിലെ കാത്തിരിപ്പറ്റുന്ന എനിക്ക് കാല് കുത്തിയില്ല, അതിനും ഒലിപ്പീര് തുടങ്ങി. എടാ നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഞാൻ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചോളാമെന്ന് കരുതി പറഞ്ഞിടുന്ന കൊച്ചാണ് ഇപ്പൊ. ആക്ച്വലി എന്താണെന്നറിയോ, ഞാൻ വിചാരിച്ചത് കല്യാണം കഴിക്കണ്ട, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ ലൈഫിൽ വരൂല. ഒരിക്കലും ഇല്ല. ഈ കല്യാണം കഴിഞ്ഞ ശേഷം കൂട്ടുകാരത്തിമാരോടൊക്കെ നമ്മൾ യൂഷ്വലി ചോദിക്കില്ലേ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്. സത്യം പറഞ്ഞ എനിക്കൊന്നും തോന്നല്ല. ഇത് കാർത്തികേട്ടൻ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നീ ആഗ്രഹിച്ച് ഇത്രയും പോലെ വീട് വെച്ചിട്ട് നീ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ മാറി പോകൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഒരിക്കലും നീ എൻ്റെ വീട്ടിൽ വന്ന് നിന്നേ പറ്റുള്ളൂ, നീ അവിടെ നിന്നേ. അപ്പം അവർക്കും അങ്ങനെ നിർബന്ധമില്ല. ഇൻ കേസ് അപ്പൂൻ്റെ ഫാമിലിക്കായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ പറയട്ടെ, എനിക്കൊരു 30 വയസ്സുണ്ട്. ഇപ്പോഴും എനിക്ക് അച്ഛനുണ്ട്, വീട്ടില് ചേട്ടനുണ്ട് ഏർണിംഗ് ആയിട്ടുള്ള. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു വീട് സ്വന്തമായിട്ട് വെക്കാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട് വെക്കാന്നുള്ള. പക്ഷെ എനിക്ക് പേടിയാ. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. എങ്ങനെയാ വീട് വെക്കാനുള്ള ഇതിലേക്ക് വന്നേ? ഇപ്പം പറഞ്ഞില്ലേ, ഗദ്ദാഫി പറഞ്ഞില്ലേ, അച്ഛനുണ്ട് ചേട്ടനുണ്ട്, എനിക്ക് ആരുമില്ല. അതാണ് എൻ്റെ കോൺഫിഡൻസ്.